ഒരുപാട് സന്തോഷമുണ്ട്. മനോഹരമായൊരു സായം സന്ധ്യയിൽ തന്നപൂവിനെ സാക്ഷിയാക്കി MES 2.0 മെഗാ റീലോഞ്ചിങ് ഈവൻറ്റിൻ്റെ പ്രൗഢോജ്വലമൊരു സദസ്സിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഏറെ സന്തോഷം. ഇന്ന് മോഡേൺ ഇംഗ്ലീഷ് സ്കൂൾ 4 മൈൽ കില്ലൂരിൽ ഒരു വലിയ ആഘോഷമാണ്. ഈ ആഘോഷം എന്ന് പറയുന്നത് മറ്റിടങ്ങളിലൊന്നും കാണാത്ത ചില കെട്ടിലും മട്ടിലും ഒക്കെ ഇവിടെ വന്നപ്പോൾ കണ്ട ചില സതുദ്ദേശപരമായ ചിന്തകളെ എന്നെ വല്ലാതെ സന്തോഷഭരിതനാക്കി. ഏറെ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മാധുര്യനായ MLA ടി സിദ്ദീഖ് അവരുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടുത്തെ ഒരു ലോഞ്ചിൽ കുറച്ച് നേരം വിശ്രമിച്ചു. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ദിവ്യയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലൈലയും വളരെ നല്ല രീതിയിൽ ഈ കലാലയത്തിൻ്റെ ഔചിത്യ മര്യാദകൾ എങ്ങനെയാണെന്ന് ഇവിടുത്തെ സ്റ്റാഫുകൾ ഒരു 35 മിനിറ്റുകൾ കൊണ്ട് അവരിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. വലിയ സന്തോഷമുണ്ട്. ഏറെ സന്തോഷം. ഈ കലാലയത്തിൻ്റെ അമരക്കാരൻ പ്രിയങ്കരനായ നിസാമുദ്ദീൻ അവറുകൾ, അതേപോലെ ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഉസ്മാൻ സാർ അടങ്ങുന്ന മറ്റ് മുഴുവൻ അധ്യാപകർ, അനധ്യാപകർ, പ്രിയങ്കരായ കുഞ്ഞുമക്കളെ, അവരെ നയിക്കുന്ന മാതാപിതാക്കളെ. ഞാൻ വലിയൊരു നീണ്ട പ്രഭാഷണമൊന്നുമില്ല, കൃത്യമായിട്ടും ഒരു 20 മിനിറ്റ് മാത്രം ഷെഡ്യൂൾ ചെയ്തുകൊള്ള ഒരു സംസാരമാണ്. എനിക്ക് കൊട്ടിയൂരിലൊരു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഒരാഘോഷത്തിലും കൂടെ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ സമയം ഞാൻ നിജപ്പെടുത്തിയതല്ല. കാരണം ഇവിടെ കുട്ടികളുടെ ആട്ടവും പാട്ടിനും ഒക്കെയാണ് ഇന്ന് നമ്മുടെ MES ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂള് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. ഏകദേശം 1.5 മാസക്കാലത്തോളമായി ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഇവിടുത്തെ രീതികൾ ഒന്ന് പുനർചിന്തനം നടത്തിക്കൊണ്ട് മുന്നേറുന്നതിൽ ഏറെ സന്തോഷം. തീർച്ചയായിട്ടും ഇവിടുത്തെ നിങ്ങളുടെ മക്കളൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല വക്താക്കളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും അവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മക്കളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത്, കുഞ്ഞുങ്ങളോട്. മക്കളെ എന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളിയേക്കണം കേട്ടോ. മക്കളെ, ഒന്നും കൂടെ ലൗഡ്. മക്കളെ, ആർ യു ഹാപ്പി? മക്കളെ, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾ. നിഷ്കളങ്കരാണ്. അത്ഭുതങ്ങളും ഇതിഹാസങ്ങളും തേടി പോകുന്നവരാണ് നമ്മുടെ മക്കൾ. പലപ്പോഴും നമ്മൾ ഈ മക്കളിലൂടെ കാണാത്തതാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾക്ക് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കുകളും ഒരുപാട് എക്സ്പെർട്ടുകളുടെയും ഒരുപാട് സൈക്കാട്രി ഇൻ്റർവെൻഷൻ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ് നമ്മളെല്ലാം കഴിവുള്ളവരാണ്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ മികച്ച കഴിവുള്ളവരാണ്. അവരോട് 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും ചേർന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും അത് H2O ആണെന്ന് പറയും. പക്ഷേ അതേ ജലം തന്നെ, അതേ വെള്ളം തന്നെ ഇങ്ങനെയാണ് അത് ഉത്ഭവിക്കുന്നത്, ഇങ്ങനെയാണ് അത് ഉരുത്തിരിയെന്ന് നമ്മുടെ മക്കൾക്കറിയാം. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ താഴത്ത് വെച്ച് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ച വെള്ളം പോയി എടുത്തുകൊണ്ട് ബബിതയോടെ ഗ്ലാസ്സിലൊഴിച്ച് അതിഥിക്ക് കൊടുത്ത് ഫാനിട്ട് അങ്ങളുടെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന ഔചിത്യ മര്യാദ ഇന്ന് നമ്മുടെ മക്കൾക്കില്ല, അല്ലേ? അപ്പം 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ അത് ജലമാണെന്ന് അറിയുന്നതിൻ്റെ പേര് അറിവെന്നാണ്. അതേ ജലം തന്നെ അതിഥിക്ക് കൊടുക്കണം എന്നുള്ളത് തിരിച്ചറിവാണ്. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ അറിവുണ്ട്, പക്ഷെ പലപ്പോഴും ഇന്ന് തിരിച്ചറിവ് എന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം. അപ്പം ആ തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്നുകൂടെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് മഹത്തരമാണ് ഈ വേദി. എനിക്ക് തോന്നുന്നു ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഈ സാരഥികൾ കേവലം ചെറിയ ചിന്തകളല്ല അവരുടെ ഹൃദയത്തിൽ അവർ പടുത്തുയർത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി നാളെയുടെ ദിവസങ്ങളിൽ അവരുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, യാത്രകൾ, മറ്റുള്ള പഠനങ്ങൾ, നിഗമനങ്ങൾ, അവരുടെ എക്സ്പെരിമെൻ്റ് എല്ലാം ഒരുപക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ ഈ ലോഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് ഏറ്റവും മികവുറ്റതാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പല 3050 വേദികളും 19 രാജ്യങ്ങളുടെയും യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇങ്ങോട്ട് കടന്നു വന്നപ്പം കിട്ടിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജി എന്ന് പറയുന്നത് തുടക്കവും ഈ വേദിയിൽ കയറുന്നത് വരെയുള്ള ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും അതിവിടുത്തെ ഓരോ മക്കളിലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാനിവിടെ നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഞാൻ പരിചയപ്പെട്ടു. മോള് പോയോ? ലൈല പോയോ? മിടുക്കി, കൈപൊക്കിക്കേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മോള് ചിരിച്ചോണ്ട് ആണ് അവൾ അതിഥിയോട് പെരുമാറുന്നത്. എത്ര നല്ല പെരുമാറ്റ രീതിയാണ്. ഞാൻ ചോദിച്ചു ആരാണ് ഈ മിടുക്കിയും ചോദിച്ചു. അപ്പോൾ പറയുകയാണ് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. കേട്ടോ, മിടുക്കിയാണ്, വെരി ഗുഡ്. അപ്പം ഇങ്ങനെയാണ് അല്ലേ നമ്മുടെയൊക്കെ പെരുമാറാനാണ് നമ്മൾ മനുഷ്യരെന്ന് പറ്റാത്തത്.
മനുഷ്യൻ്റെ മുഖത്ത് നോക്കാനൊന്നും മനുഷ്യന് സാധിക്കുന്നില്ല. എല്ലാവരുടെ ശിരസ്സും ഇന്ന് ആ 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ആ ഇലക്ട്രോണിക് ഡിവൈസിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കുട്ടികളെ, ബാല്യങ്ങളെ ഇന്ന് കുളത്തിൽ ചാടാൻ കുട്ടികളില്ല, ഗ്രൗണ്ടിൽ പന്ത് കളിക്കാൻ മക്കളില്ല, ഇല്ലേ, ഊഞ്ഞാലാടാൻ കുട്ടികളില്ല, പൂ പറിക്കാൻ കുട്ടികളില്ല. ഇന്ന് ആഘോഷങ്ങൾക്ക് കുട്ടികളെ കിട്ടണില്ല, പാടാനില്ല, ആടാനില്ല, കളിക്കാനില്ല. ഇന്ന് ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ മടിയിൽ കയറി അവരോട് കുശലം പറയാനൊന്നും ബാല്യങ്ങളില്ല. ഉപ്പയുടെ മടിയിൽ ഒരു കുട്ടി കയറി ഇരിക്കുന്നുണ്ട്. എന്തിനാ ഇരിക്കുന്നതെന്ന് അറിയാമോ? വളരെ പതുക്കെ ഉപ്പയുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഫോൺ പതുക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് ലോക്ക് ഇങ്ങോട്ട് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് അവൻ ആ ഫോണായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഫോൺ വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഉപ്പയുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മടിയിലൊക്കെ മക്കൾ കയറി ഇരിക്കണേ. ഇതാ സത്യം. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കാലം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണ്, അല്ലേ? മാറ്റം അനിവാര്യമാണ്. ഞാൻ നിങ്ങളെ ഒരു 1940കളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. മനസ്സുകൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി എൻ്റെ കൂടെ. ഈ 1940കളിൽ ഒരു വീടിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിലം ചാണകമില്ല, മണ്ണ് മെഴുകിയ നിലമാണ്. ആ വീടിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് പുല്ലാൽ മേയപ്പെട്ടതാണ്. ചുവരുകളിൽ കലണ്ടറില്ല, മറ്റുള്ള വയറിങ്ങുകളില്ല, വീട്ടിൽ അലൂമിനിയ പാത്രങ്ങളില്ല, മൺചട്ടികൾ മാത്രമാണ്. അവിടെ പ്രത്യേകിച്ച് ആധുനികമായ ഒരു വികസനം കടന്നു വരാത്ത ഒരു സാഹചര്യത്തിൻ്റെ ഒരു വീടാണ് 1940കളിൽ. അന്ന് യന്ത്രങ്ങളില്ല, മോട്ടോർ വാഹനങ്ങളില്ല, IT ആക്റ്റുകളില്ല. അന്ന് പരമ്പരാഗതമായ വികസനം കടന്നു വരാൻ പറ്റാത്ത ഒരു അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തെ തലമുറയോടെ ജീവിച്ചിട്ടുണ്ട്. ആ തലമുറ 1940 തുടങ്ങി 1975 വരെ ഈ തലമുറ ഇങ്ങ് പോന്നു. ആ തലമുറയ്ക്ക് വിളിക്കുന്നൊരു പേരെന്താണെന്നറിയാമോ? മില്ലേനിയം ജനറേഷൻ എന്നാ. മില്ലേനിയം ജനറേഷൻസ്. ആ തലമുറയുടെ കാലത്ത് അന്ന് ഗ്യാസില്ല, TV ഇല്ല, ഫ്രിഡ്ജില്ല, അന്ന് പാതകളില്ല, അന്ന് മറ്റ് കടത്ത് വഞ്ചികൾ മാത്രം, കൈകൊട്ടിപ്പാട്ടും തൊടികൊട്ടിപ്പാട്ടും ആട്ടങ്ങളും അല്ലെങ്കിൽ ഗ്രാമസഭകളും മാത്രമുള്ളൊരു കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞ ഈ മില്ലേനിയം ജനറേഷൻ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തലമുറകളൊക്കെ നേരത്തെ കിടന്നുറങ്ങുന്ന തലമുറയാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന അന്ത്യത്താഴത്തോളമേ കഴിക്കുകയുള്ളൂ. അന്ത്യത്താഴം, അത്തിപ്പഴം എന്ന് പറഞ്ഞ ഒരു തലമുറ മില്ലേനിയം ജനറേഷൻസ്. വിശ്വാസം വളരെ കൂടുതലായ തലമുറയാണ്. അന്ന് ഒരുപക്ഷെ സംസ്കാരങ്ങളും സംസ്കൃതികളും ഔചിത്യ മര്യാദകളൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഈ മില്ലേനിയം ജനറേഷൻ്റെ കാലഘട്ടം. ആ കാലഘട്ടം കഴിയുന്നതെന്നറിയാമോ? 75ലാണ്. അപ്പോൾ 75ൽ ജനിക്കുന്ന ഒരു തലമുറയുണ്ട്. ഞാനടങ്ങുന്ന എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 76 ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഈ ആളുകളും മനസ്സോട് ചോദിക്കുക എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. അപ്പോൾ 75ൽ ജനിച്ചിട്ട് ഇങ്ങോട്ട് 2000 വരെ ജനിച്ച ജനറേഷനെ വിളിക്കുന്ന, ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് Z ജനറേഷൻസ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. Z ജനറേഷൻസ് എന്താ പ്രത്യേകത? എന്താ? ഈ കാലഘട്ടമാണ് ഏറ്റവും വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടങ്ങൾ. ആ കാലഘട്ടങ്ങളിലാണ് വസ്ത്രങ്ങൾ, ടിൻ ഫുഡുകൾ, ടെലിവിഷനുകൾ, ഫ്രിഡ്ജുകൾ, യന്ത്രവൽകൃതങ്ങൾ, കടത്തുവഞ്ചികൾ മാറി മോട്ടോർ കടിച്ച ഇല്ലേ കടത്തുവഞ്ചികളൊക്കെ വരുന്നു. അങ്ങനെ കാളവണ്ടി മാറി മോട്ടോർ വാഹനങ്ങൾ വരുന്നു, മോട്ടോർ ആക്ട് വരുന്നു, IT മൊബൈൽ ഫോണുകൾ, ഗ്രാമഫോണുകൾ വരുന്നു, IT ആക്റ്റുകൾ വരുന്നു, നിയമത്തിനകത്ത് ചില പൊളിച്ചെഴുത്തലുകളൊക്കെ നടക്കുന്നു. ആ കാലഘട്ടത്തിലാണ് വയലാർ മനോഹരമായ വരികൾ എഴുതി, യേശുദാസ് മനോഹരമായ പാട്ടുപാടി, അതിന് സത്യനും പ്രേംനസീറും ഒക്കെ അഭിനയിച്ച ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് മാനവികതയും മനുഷ്യത്വവും കരുണയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകൾക്കൊക്കെ ജീവൻ നൽകിയ ഒരു കാലഘട്ടമാണ് Z ജനറേഷൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജനിച്ചവരാ ഈ വേദി പങ്കിടുന്നവർ. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മറ്റു പ്രത്യേകത എന്താ? നമ്മളെല്ലാം കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാ. ഓഡിറ്റോറിയം വൽക്കരണം നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല. നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ കല്യാണ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ ശാന്തേടത്തി സതിയുടെയും അവിടെ ഖദീജയുടെയും ജസീലയുടെ വീട്ടിൽ നിന്നൊക്കെ ചട്ടിയും പാത്രവും കറിക്കത്തുകളും അവിടുത്തെ ടേബിളും എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഒരുങ്ങി അങ്ങനെ ഒരു കല്യാണമെല്ലാം കൂടിയിരുന്ന് നടത്തിക്കൊടുത്ത ഒരു വലിയ അനുഭവമുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പം ഒരു ഓഡിറ്റോറിയം വൽക്കരണമാണ്, ഒരു ഈവൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇന്ന് സ്വന്തം അനിയത്തി ജ്യേഷ്ഠത്തിയൊക്കെ വിദേശത്ത് നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വരും, കാറിൽ വരും, ഒരു ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യും. അങ്ങനെ കല്യാണത്തിൻ്റെ ആ സ്ഥലത്തേക്ക് നമ്മൾ ഒരു ലൊക്കേഷൻ നമ്മൾ അവിടുന്ന് ടാഗ് ചെയ്ത് കൊടുക്കും, ഇന്ന സ്ഥലത്താണ്. അതിൽ പ്രകാരം അവർ വരും. അങ്ങനെ അവരവിടുന്ന് ഒന്ന് കാണും, ഒരു ഹായ് പറയും, ഒന്നിച്ച് സെൽഫി എടുക്കും, പോട്ടെ കുട്ടിക്ക് ട്യൂഷനുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരും അങ്ങ് പോകും. അത്രയേ ഉള്ളൂ ബന്ധങ്ങൾ. ഇവിടെ ഇരിക്കുന്ന എത്ര മക്കൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളെ അറിയാം? എത്ര പേരോട് അവരെന്നും ഫോൺ ചെയ്യുന്നുണ്ട്? എത്ര ഒരു ജ്യേഷ്ഠത്തെ അനിയത്തി അവരുടെ ബന്ധുക്കൾ, സ്വന്തക്കർ, ഉറ്റവർ, ഉടയവർ, എത്ര പേരെ നമ്മുടെ മക്കൾക്കെന്ന് അറിയാൻ പറ്റും? പക്ഷേ അവർക്കെന്ന് ബന്ധങ്ങളെയൊന്നും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അപ്പം ഞാൻ വീണ്ടും വരാം. ഈ പറയുന്ന Z ജനറേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം സുവർണ്ണ കാലഘട്ടമാണ്. ഏറ്റവും മനോഹരമായ നല്ല കുറേ നിമിഷങ്ങളെ സമ്മാനിച്ച
സംസ്കൃതികളെ, സംസ്കാരത്തെ, കലകളെ ഒക്കെ സംസാരിച്ച ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സെഡ് ജനറേഷൻ്റെ കാലഘട്ടം. ആ കാലഘട്ടം 2000 കൂടി ആ കാലഘട്ടം തീർന്നിരിക്കുന്നു. പിന്നെയും കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് 2010 2010 വരെ ഈ കാലഘട്ടം വന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സെഡ് ജനറേഷൻ്റെ കാലഘട്ടം. അപ്പം അത് കഴിഞ്ഞ് വേറൊരു കാലഘട്ടം വന്നു, ഒരു ജനറേഷൻ വന്നിട്ടുണ്ട്. ഏതാ? ആൽഫ ജനറേഷൻസ്. ശ്രദ്ധിച്ച് കേട്ടോണേ, 2010 ശേഷം ജനിച്ച തലമുറകളെ മുഴുവൻ വിളിക്കുന്ന പേരാണ് ആൽഫ ജനറേഷൻസ്. പ്രത്യേകത എന്താ? സ്വഭാവ രീതി, പഠനരീതി, ഭാഷാരീതി, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, വിശ്വാസ രീതി ടോട്ടലി ചേഞ്ച് ആണ്. അപ്പം ഇവരെ ഒന്നും കൂടെ ഇവരെ കുറിച്ച് പറഞ്ഞു തരാം. ഇവരെ നിങ്ങൾക്ക് കൈപ്പടിയിൽ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്, അവരെ വരുതിയിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ സൈബർ റിലേറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു തലമുറയാണ് ഈ പറയുന്ന ആൽഫ ജനറേഷൻസ്. അവർക്ക് രാത്രി പകലാണ്, പകല് രാത്രിയാണ്. അവർ രാത്രികളാണ് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്. അവർക്ക് ഈ ക്ഷേത്രങ്ങളിലും ഒരുപക്ഷെ മസ്ജിദുകളിലും ചർച്ചുകളുടെ മുൻനിരയിൽ നിൽക്കാൻ അവർക്ക് മടിയാണ്. ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കുമ്പിടാൻ അവരെ കിട്ടൂല. ഒരു വെള്ളിയാഴ്ച ദിവസം ജുമ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും. പള്ളിക്കകത്തേക്കൊന്നും ഓടിപ്പോയി കയറത്തൊന്നുമില്ല. പള്ളിയുടെ പുറത്തും കവലകളും വണ്ടിക്കകത്തും ഒക്കെ ഇത്തരം ആൽഫ ജനറേഷനെ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകത എന്താ? നല്ലൊരു സദസ്സ് നടക്കുമ്പോൾ, നല്ലൊരു ഈവന്റ് നടക്കുമ്പോൾ, നല്ലൊരു കലാപരമായ സൃഷ്ടി നടക്കുമ്പോഴൊക്കെ ഇത്തരക്കാർ ആ കലയെ മാറ്റിവെച്ച് അവരുടെ കയ്യിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഡിവൈസിലേക്ക്, ഈ ഫോണിലേക്ക് അവർ അഭയം പ്രാപിക്കും. അവർ ചങ്ങാത്തപ്പെടുന്നത് ഉമ്മയോടും ഉപ്പയോടും ഒന്നുമല്ല അവർ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത്. ഊരും പേരും അറിയാത്ത, ഒരിക്കൽ പോലും കാണാത്ത സുഹൃത്തുക്കളെ വെർച്വലായിട്ട് കണ്ടിട്ട് അവരുടെ ഹൃദയങ്ങളെ അവർ പകുത്തു കൊടുക്കും. ഒരിക്കൽ പോലും അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുന്ന മാതാപിതാക്കളോട് അവരുടെ ഹൃദയങ്ങളെ അവർ തുറക്കണില്ല ഈ ആൽഫ ജനറേഷൻസ്. പിന്നെ പ്രത്യേകത എന്താ? അവരുടെ സെലിബ്രിറ്റികൾ, അവരുടെ ഏറ്റവും വലിയ റോൾ മോഡലും ബ്രാൻഡ് അംബാസഡറും നിങ്ങളൊന്നുമല്ല. അവരുടെ ബ്രാൻഡ് അംബാസഡർ, അവരുടെ മൊബൈൽ ഫോൺ, ഞാൻ പലപ്പോഴും പല കുട്ടികളെ മൊബൈൽ ഫോൺ ആൽഫ ജനറേഷനെ കണ്ടിട്ടുണ്ട്, ഞാനും മകേഷും. അതിൻ്റെ സ്ക്രീൻ സേവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന അബ്ദുൽ കലാമോ ഇല്ലെങ്കിൽ മദർ തെരേസയോ ഇല്ലെങ്കിൽ നമ്മൾ ഉമ്മയോ ഉപ്പയോ ഒന്നുമല്ല അവരുടെ റോൾ മോഡൽ. അവരൊക്കെ എന്തൊക്കെയോ ഒരു പേരുണ്ട്. എന്താ പേര് മകേഷ്? ഡുപ്പിയോ എന്താ? അങ്ങനെയൊക്കെ ഉള്ളത്ര കൊണ്ടു കിടക്കണേ. മേത്ത് തുപ്പുക, മാന്തുക, അച്ഛനമ്മയും കുറ്റം പറയുക, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചില പ്രവൃത്തി, തെറി പറയുന്നവരെയൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് ഇഷ്ടം. അപ്പൊ അവരങ്ങനെ ആയി മാറിയാൽ കുറ്റമൊന്നുമില്ല. ഇപ്പൊ പല ഷോപ്പിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ചില തങ്ങൾ കുടുംബത്തിൽ ആരെയൊക്കെ ക്ഷണിച്ചാൽ അവിടെ ആളെ കിട്ടൂല അല്ലേ? ചില മതപണ്ഡിതരെ വിളിക്കുന്നില്ല പലരും. ഇപ്പം എന്താ സംഭവം? എന്താ അവിടെ ഒന്നും ആ കടയുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളും 1-2 പേരേ ഉള്ളൂ. നിങ്ങൾ കണ്ടു കാണും, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാസർഗോഡ് എൻഡോസൾഫാനെ ബന്ധപ്പെട്ടുകൊണ്ട് ദയാബായി എന്ന് പറയുന്ന 72 വയസ്സുകാരി അവിടെ കാസർഗോഡിന്റെ എൻഡോസൾഫാനെ ബന്ധപ്പെട്ടുകൊണ്ട് നിരാഹാരം കിടന്നവിടെ. അവിടെ ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് സെൽഫി എടുക്കാൻ നിന്നില്ല. പക്ഷെ തൊട്ടപ്പുറത്ത് 300 മീറ്റർ അപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഒരു സെലിബ്രിറ്റി വന്നു. അവിടെ 40 പോലീസ് അവിടെ എല്ലാം ഡ്യൂട്ടി എടുത്ത് അവിടെ. ആ സെലിബ്രിറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീയാണ്. സ്ത്രീയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അവരെ പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പേരാ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ ചില ആളുകളെ വിളിച്ചാൽ മാത്രമേ ചിലതിനൊക്കെ ആൾക്കാർ വരുള്ളൂ. അതിന് ചില രീതികളൊക്കെ വേണം അല്ലേ? ചില രീതികളും വേണം. അങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചാലേ ചില ആഘോഷങ്ങളും ആർഭാടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാത്രിയിൽ വീട്ടിന് മുറ്റത്ത് വണ്ടി വരുന്നു, ഉമ്മ ചെന്ന് നോക്കുന്നു, 11 മണി സമയം, മോൻ ഇറങ്ങി പോയിരിക്കണു. മോനെ നീ എങ്ങോട്ടാ പോണേ? ഒന്ന് മിണ്ടാക്കുമ്പോ അവിടുന്ന്. എപ്പോ വരാം? നിങ്ങൾ അത് ഒച്ച ഉണ്ടാക്കല്, വെറുപ്പിക്കല്ലേ പ്ലീസ്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകണ്ടേ? ഇവിടെ ബീച്ചിലുണ്ടമ്മ, ഇവിടെ ഒരു മ്യൂസിക് നടക്കാണ്, ഒരു പാർട്ടി ഉണ്ട് ഇവിടെ. ഒന്നും മുണ്ടാ നിങ്ങൾ കിടന്നുറങ്ങിക്കോ പ്ലീസ്. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. വെറുതെ വീട്ടിൽ കയറാൻ തോന്നൂല, വെറുപ്പിക്കും വന്ന് കയറിയാൽ. ഇങ്ങനെയുണ്ട് ഒരു ഉമ്മ അല്ലേ? ആരാ പറയണത്? ഒരു 16 വയസ്സുകാരൻ ഉമ്മയെ വിളിച്ച് പറയാ ഫോണിലൂടെ. ഉമ്മ കിടന്നുറങ്ങുവോ വീട്ടിനകത്ത്? മക്കൾക്ക് ഉറക്കല്ല. പിന്നെ പറഞ്ഞ ഞാൻ ടർഫില് നൈറ്റ് ക്ലാസ്, നൈറ്റ് ഡ്രൈവിങ് ഇല്ലേ, ഈവനിങ് കോച്ചിങ്. ഇപ്പൊ എല്ലാം നൈറ്റും ഈവനിങ്ങാ. കുറെ ഇറങ്ങിയിട്ടുണ്ട്, കുറെ ഈവനിങ് സ്നാക്സ്, ഈവനിങ് ഫുഡ്, ഈവനിങ് കൾച്ചർ ഇവന്റ്, DJ ലൈബോബർ ഇല്ല, പുതിയ പരിപാടികളാണ്. അന്ത്യത്താഴം അത്തിപ്പഴം എന്ന് പറഞ്ഞ തലമുറയ്ക്ക് ശരീരം ഒന്ന് നോക്കിക്കേ. ഒരാൾക്ക് പോലുമില്ല ഈ മറ്റേ കുമ്പയും എന്നെ പോലെ വയറൊന്നും ആർക്കും ഇല്ല. എനിക്കിപ്പോൾ വയറൊക്കെ ഉണ്ട്, കാര്യം നിങ്ങളെല്ലാം ഫുഡ് തരുന്നതുകൊണ്ട് ഞാൻ തിന്നും, അത് വേറെ പ്രശ്നം അല്ലേ? അപ്പോൾ ആ മിലേനിയം ജനറേഷൻ്റെ തലമുറയുടെ ഒരു ശരീരത്ത് പോലും അവർക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒരു സാധനമില്ല. അവർ അന്ത്യത്താഴം അത്തിപ്പഴം നേരത്തെ കിടന്നു, അതിരാവിലെ ഉണർന്നേറ്റു, പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് വിശ്വാസത്തിൽ അവർ ജീവിച്ചു. കൃഷിയോടും മണ്ണിനോടും ഒക്കെ അവർ ജീവിച്ചു. അവർക്ക് വിദ്യ നേടിയിട്ടുണ്ട്, അനുസമ്പത്തില്ലേ നേടിയിട്ടുണ്ട്, മക്കളെ വളർത്തിയിട്ടില്ലേ ഉണ്ട്.
പക്ഷെ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കണേ അല്ലേ? അവിടെ സൈക്കാട്രിക് ഇന്റർവെൻഷൻ കൊടുത്തിട്ടോ അവർക്ക് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള കോച്ചിങ്ങുകളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്താലൊന്നും ഇവരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? നെവർ. എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ? ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ ചില ചിന്തകളും ചില രീതികളും നമ്മുടെ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഉറപ്പാണ് അല്ലേ? ഇപ്പൊ ഈ മക്കളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ മക്കളുടെ ഭക്ഷണങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അവരിപ്പോ വീട്ടിനകത്ത് നല്ല ഭക്ഷണം കഴിക്കണേ, വീടിന് പുറമേന്ന ഭക്ഷണം കഴിക്കണേ, എന്നാൽ വീടിനകത്തുനിന്ന് കാര്യം സാധിക്കണേ. ഈ മില്ലേനിയം ജനറേഷൻ വീടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തൊക്കെ പോയി കാര്യം സാധിച്ച തലമുറയാണ് ഈ പറയുന്ന മില്ലേനിയം ജനറേഷൻ എന്ന് പറയുന്ന തലമുറ. പക്ഷേ ഈ കാലഘട്ടത്തില് ഈ പറയുന്ന അൽഫ ജനറേഷൻസ് വീട്ടിന് പുറമേന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിനകത്ത് നിന്ന് കാര്യം സാധിക്കുന്ന തലമുറയാണ്. അവർക്കിന്ന് രാത്രി 2-3 മണിക്കൊക്കെ അവരെ ഫുഡ്, രാത്രി അവർക്ക് ഉറക്കല്ല, അവർ മുറിയിലൊക്കെ ലൈറ്റ് കത്തിക്കിടക്കുക, അവർ മുറിക്കകത്ത് കയറാൻ നിങ്ങൾക്ക് അനുവാദമില്ല, അവർ മൊബൈൽ ഫോൺ നിലത്ത് വെച്ചുള്ള കളികളില്ല. ആ രീതിയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. അവരെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ കണ്ടില്ലേ? ഫേസ്ബുക്കിൽ കുറച്ച് വിവാദമായ അല്ലെ രസകരമായ ഒരു ഭക്ഷണത്തെക്കുറിച്ച് ഭയങ്കര അല്ലേ ചർച്ച നടക്കുന്നു. എന്താ ഭക്ഷണം? എന്താ? അലുവയും മീൻചാറും. നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ അലുവയും മീൻചാറും? ലഡു, ചമ്മന്തി, ഏത്തപ്പഴം, പോത്തിറച്ചി നമ്മുടെ മക്കൾ ഇഷ്ടങ്ങളാ. ആ എന്നിട്ട് ഒരുത്തനായിട്ട് എഴുതിയിരിക്കുക വാളംപുളിയും കട്ടൻ ചായ കഴിച്ചു നോക്കടാ, കിടുവാണെന്ന്. കിടു, വാളംപുളിയും കട്ടൻ ചായ കിടുന്നു. ഇതാ ന്യൂ ജനറേഷൻ എന്ന് വിശേഷിക്കപ്പെടുന്നു. അപ്പൊ ആൽഫ ജനറേഷൻസ് ഇത്തരം ബിരുദാഹാരങ്ങൾ, ബിരുദ ചിന്തകൾ, ബിരുദ പ്രവർത്തനങ്ങൾ, അവരെ സിനിമകൾ എന്തൊക്കെയാ? എന്താ അവരുടെ സിനിമ? എന്താ? കറിയൽ പിതാവും ഞാനും വേദിയിൽ പങ്കിട്ടപ്പോൾ കറിയൽ പിതാവ് കുട്ടിയോട് ചോദിച്ചു, മക്കളെ നിങ്ങളെ സ്വാധീനിച്ച സിനിമ എന്താണെന്ന്. അപ്പൊ ഒരു കുട്ടി പറയുന്നുണ്ട് ആവേശം. വേറൊരു ചോദിച്ചു, മോനെ നീ പറന്ന്. മഞ്ഞുമൽ ബോയ്സ്. പിന്നെ ഒരുത്തരോട് ചോദിച്ചു പ്രേംലൂൺ. ആ ഇപ്പൊ ഇറങ്ങുന്ന ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ പടത്തിൽ റീച്ചൊന്നും കൂട്ടുന്നൊന്നുമില്ല. വയലൻസിനെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്യുക. എനിക്ക് തോന്നുന്ന പല സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ സിനിമകളിലൊക്കെ കണ്ട വയലൻസ് കണ്ടിട്ടാണോ എന്ന് സംശയമുണ്ട് സത്യത്തിൽ. കാരണം ഈ പറയുന്ന ആവേശം, പിതാവ് ചോദിക്കുന്നുണ്ട് ആവേശം. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയെ കുറ്റം പറയുന്നില്ല, സിനിമ നല്ലത് തന്നെയാണ്. എല്ലാ സിനിമകളും കൂടെ അങ്ങോട്ട് സംഗമിക്കുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ. എല്ലാ കലകളും സംഗമിക്കണമല്ലോ അല്ലേ? അപ്പോൾ ആ മഹത്തരമായ കലയാകുക, ആ കലയ്ക്ക് സിനിമ എന്ന് പറയുക. പക്ഷേ ഈ സിനിമകളെ കലയെന്ന് വിശേഷിക്കാൻ പറ്റുമോ? ഒരു സിനിമ എന്നത് ഇതിലെ സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യണം, സമൂഹത്തെ ബിൽഡ് ചെയ്യണം. പക്ഷേ ഈ സിനിമകൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്ന? എങ്ങനെയാ? ആവേശം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങൾ? തുടങ്ങുകയും മുകളിൽ അവസാനിക്കുന്നവരെ അടി ഇടി കുടി, ഫുള്ള് കുടി, ഫുള്ള് അടി, ഫുള്ള് ഇല്ലേ വലി, ഇതേ ഉള്ളൂ. പ്രേമലു സിനിമയോ മഞ്ഞുമൽ ബോയ്സോ എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബൂസ്റ്റപ്പ് ചെയ്യാണ്, ഹീറോയിസത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നു ഈ സിനിമകളെല്ലാം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് അല്ലേ? ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെ മക്കൾക്ക് ഈ പറയുന്ന ആൽഫ ജനറേഷന് ഇത്തരത്തിലുള്ള ഒരു ഏരിയയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, ഒരു നെഗറ്റീവ് എലമെന്റ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്, സൈബർ റിലേറ്റഡുമായിട്ട് ചിന്തകളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അവർ ഡ്രഗ് റിലേറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗഹൃദങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ടോട്ടലി ഈ സാമുദായികമായ ഈ അവസ്ഥകളെല്ലാം നമ്മൾ മാറി, ഗാർഹിക, സാമൂഹ്യ അല്ലെ, സോഷ്യൽ കമ്മ്യൂണിറ്റി മൊത്തം മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? വാട്ട് കൻ ബി ഡൺ നൗ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ചോദ്യമാണ്. ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് കൻ ബി ഡൺ നൗ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചില ബൗണ്ടറികളൊക്കെ നമ്മൾ ചിലപ്പോൾ കടക്കേണ്ടി വരും അല്ലേ? ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ കടക്കേണ്ടി വരും. ഇവിടെ ചില അമ്മമാരൊക്കെ അറിയാം. അമ്മമാരെ നിങ്ങളോട് പറയാം, തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. മക്കളെ ഇല്ലേ, ഒരു ഉമ്മ കണ്ടില്ലേ, മകന്റെ പ്രഹരമേറ്റ് കട്ടിലിൽ നിന്ന് നിലത്ത് വീണാന്നാ പറഞ്ഞിരിക്കണേ, തലക്കടിയേറ്റിട്ട് ഇല്ല 5 പേർ മരിച്ചിട്ടും ഈ ഉമ്മ പറയണത് ഞാൻ കട്ടിലെ നിലത്ത് വീണാന്നാ പറഞ്ഞിരിക്കുന്നത്. പോലീസോട് മൊഴി കൊടുത്തിരിക്കണേ. കാര്യം എന്താ? അതാണ് അമ്മ എന്ന് പറയണത്. അപ്പൊ അതെല്ലാം നന്നായിക്കോട്ടെ, പക്ഷേ ചില ചിത്തഭ്രമം ബാധിച്ച മക്കൾക്ക് ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്തഭ്രമം ബാധിച്ച മകൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ മരണപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാം. കാരണം ഒരു ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ സുബഹി നിസ്കരിക്കാൻ പ്രാർത്ഥിക്കണത് എൻ്റെ മോൻ വണ്ടി ഇടിച്ചിട്ടൊന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഇടിച്ചിട്ട് മോൻ മരിക്കണം, അതെൻ്റെ പ്രാർത്ഥന. എൻ്റെ ഭാര്യ ഓൻ്റെ കുപ്പായം സാറേ ഓൻ്റെ പാൻറ് കഴുകാനെടുത്തപ്പോൾ ഓൻ്റെ പാൻറ്റിനകത്തുനിന്ന് 1 പാക്കറ്റ് ആൻസ് കിട്ടി. ഓള് എന്നെ അലറിയൊരു വിളി വിളിച്ചിട്ട് ഓള് അടുക്കളയിലെ പുറകിൽ നിന്ന് എന്നെ ഡൈനിങ് ഹാളിൽ എത്തിയില്ല, അവിടെ കുഴഞ്ഞു വീണു എൻ്റെ ഭാര്യ. ഞാനാ കൊണ്ടുപോയത് ആശുപത്രി സാറേ. 2 ദിവസം ട്രിപ്പിട്ട് കിടന്നു എൻ്റെ ഭാര്യ. 1 പാക്കറ്റ് ആൻസ് എൻ്റെ +1 പഠിക്കുന്ന എൻ്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പം ഓള് തളർന്നുപോയി. ശേഷം എൻ്റെ കുഞ്ഞ് അതെല്ലാം നിർത്തിയെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി എൻ്റെ ഗൾഫിലെ പണിയൊക്കെ മാറ്റി വെച്ച് അങ്ങോട്ട് പോന്നു. 3 പെൺകുട്ടിയും 1 ആൺകുട്ടിയാ സാറേ എനിക്ക്. അതുങ്ങളെ ഞാൻ
കല്യാണം കഴിച്ചു കൊടുത്തു 3 എണ്ണത്തിന്. അവന് വേണ്ടിയാണ് ജീവിച്ചവർക്ക് വേണ്ടി. നാട്ടിൽ നമ്മൾ പണിയൊക്കെ ഉപേക്ഷിച്ച് വിദേശം ഇങ്ങോട്ട് വന്നു. പക്ഷേ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം മകൻ 4 കേസിലെ പ്രതിയാണ്. അവന് കഞ്ചാവ് കേസിൽ അങ്ങ് കൊലവക്കോട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസിൽ ലാസ്റ്റ് അറസ്റ്റ് ചെയ്തു. അവിടുത്തെ പോലീസുകാരാ പറഞ്ഞത്, നിങ്ങളുടെ കൈപ്പടയിൽ ഒതുങ്ങണവനല്ല, ഇപ്പം MDMA കച്ചവടം അവനുണ്ട്, പക്ഷേ അവനത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ പറയാണ്, ഇപ്പൊ രാവിലെ ഞാൻ 4 മണിക്ക് നീച്ചിട്ട് സുബഹി നിസ്കാരം കരുതി പ്രാർത്ഥിക്കും, എൻ്റെ മോനൊന്ന് വണ്ടി ഇടിച്ചിട്ട് മരിക്കണം, കാരണം ഓന് ജീവിക്കണ്ട സാറേ. ഒരു പാക്കറ്റ് ആൻസ് ഓൻ്റെ ഭാര്യ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ തളർന്നു വീണ് എൻ്റെ ഭാര്യ നിലത്ത്. പക്ഷെ അവൻ വെക്കണത് MDMAയും ഈ പറയുന്ന കഞ്ചാവും മറ്റു കുട്ടികൾക്ക് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഉമ്മമാരെല്ലാം തകർന്നു പോകൂലേ? അപ്പം ഇവനെന്ന ഈ എൻ്റെ മകൻ മരിച്ചു പോണം സാറേ, എനിക്ക് കൊല്ലാൻ ശക്തിയില്ല, എൻ്റെ കൈക്ക് കൊല്ലാൻ എൻ്റെ കൈക്ക് ശക്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കണം മരിക്കാൻ. പക്ഷെ മരിക്കണില്ല സാറേ, എൻ്റെ മോൻ മരിക്കണില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉപ്പമാരുടെ എണ്ണം കൂടുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അല്ലേ? ഈ പഴയ കാലത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ മിലേനിയം ജനറേഷൻ്റെ Z കാലത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ കള്ളും ഇല്ലെങ്കിൽ ബീഡി, ഈ പറയുന്ന സിഗരറ്റ്, മൂക്കുപ്പൊടി, വെറ്റിലപ്പാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് കടന്നു വന്ന് 2025 ഈ പറയുന്ന ഏറ്റവും ഭീകരമായ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിൻ്റെ ഒക്കെ വരവ്, അത് ഈ പറയുന്ന നമ്മളിടങ്ങളിൽ ഇങ്ങനെ കയറി കയറി എല്ലായിടത്തും ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ആരും വേദിയിലില്ല. ഉണ്ടോ? ഇല്ല, ആരും വേദിയിലില്ല. കാരണം സിഗരറ്റ് വലിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്മെല്ല് വരും, തീ ഉണ്ടാവും, പുകയുണ്ടാവും, ചാരം ഉണ്ടാവും. സിഗരറ്റ് മദ്യം ഉപയോഗിച്ചാലോ ആ വ്യക്തിക്കൊരു അങ്ങനെ ചലനം ഉണ്ടാവും, ആട്ടം ഉണ്ടാവും, സംസാരത്തിലൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഏത് ഇടത്തും ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ ഏറ്റവും വലിയ ഭീകരാവസ്ഥ എന്താണെന്നറിയാമോ? ഇത് ഒരു പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പാർട്ടി ഡ്രഗ് ആഘോഷങ്ങളിൽ, മ്യൂസിക് ഇവന്റുകളിലും ആൾക്കൂട്ടങ്ങളിലുമെല്ലാം ഏറ്റവും ഈസി ആയിട്ട് ഈ സാധനം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ പറയുന്ന MDMA, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പെൺകുട്ടികൾ തന്നെ അഡിക്റ്റഡ് ആകുന്നുണ്ട് ഈ സാധനത്തിനും. ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മളെ വിശ്വാസക്കൂട്ട മഹലുകൾ, അതുപോലെ ക്രൈസ്തവ KC പോലെ യുവജന പ്രസ്ഥാനങ്ങൾ, ഈ പറയുന്ന സനാതനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈന്ദവ കൂട്ടായ്മകൾ, നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ടാകുന്ന ചില കൂട്ടങ്ങളും എല്ലാം നമ്മൾ ഒന്നടങ്കം ഈ പറയുന്ന ഈ വലിയ ദുരന്തത്തിനെതിരെ ഒന്നായി നമ്മൾ അണിചിരക്കേണ്ട ഈ നിമിഷമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2019 ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? 2019 അത് ഇന്ന് ആരോ എടുത്തിട്ട് 2ാമത് റീപോസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അബുദാബിയിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിലായിരുന്നു. അവിടുത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയിരുന്നു. അവിടെ KMCCയുടെ തിരുവങ്ങാടി മണ്ഡലത്തിൻ്റെ അവിടെ നടത്തിയ പ്രഭാഷണം ആരോ അത് ക്രോപ്പ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു. അത് 2019 ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഞാൻ അന്ന് പറഞ്ഞു 5 വർഷം കഴിഞ്ഞാൽ ഈ കേരളം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തില്ല. കാരണം എന്താ? ഇവിടെ എല്ലാം കടുത്ത മാനസിക വിഭ്രാന്തി പൂണ്ട ഒരു തലമുറയെ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താ? 2019 ഈ സാധനത്തിന് സ്റ്റാർട്ടിങ് തുടങ്ങി. 5 വർഷത്തിന് ശേഷം ഇതിന് ഏറ്റവും വലിയ പീക്ക് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? 2019 ഇത് സ്റ്റാർട്ട് ചെയ്തു. 2021-22 കാലഘട്ടത്തിൽ ഇതിൻ്റെ ചില ഏറ്റവും ഭീകരമായ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥ എന്താ? മുറിവേൽപ്പിക്കുക, രക്തം ഇല്ലേ, ശരീരത്ത് രക്തം മൊത്തം കാണിച്ചിട്ട് വയലൻ്റ് ആകുക, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരിക, പോലീസ് ഓഫീസറോട് അങ്ങോട്ട് ഒരു പേടിയുമില്ലാതെ അപമര്യാദയെ പെരുമാറുക, അതേപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ കത്തിക്കുക, അങ്ങനെ ചർച്ചിനകത്തൊക്കെ ഓടിക്കയറുക, അസ്വാഭാവികത ഉണ്ടാക്കുക, അമേരിക്കൻ ഐക്യനാടുകളൊക്കെ പിസ്റ്റളുകൾ എടുത്ത് വെടിവെക്കുക, വണ്ടി ഇടിച്ചു കയറ്റിയ ആൾക്കൂട്ടങ്ങളിലൊക്കെ ഇടിച്ചേറ്റെന്നൊക്കെ നമ്മൾ കണ്ടു ഈ 2019, 20, 21 കാലഘട്ടങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പം അതൊക്കെ നിന്നു. ഇപ്പം പരിപാടി എന്താ? ഭീകരമായി കൊലപ്പെടുത്തുക. ഇപ്പം അതിനൊക്കെ ഞാൻ കടന്നു പോകുന്നില്ല. തിരുവനന്തപുരത്തെ അപകടങ്ങളൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു അണ്ടർ ഇൻവെസ്റ്റിഗേഷനും ഒരു അണ്ടർ പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ഫോഴ്സ് ഡിഫൻസിലൊക്കെ നേരിട്ടും അല്ലാതെയൊക്കെ പ്രവൃത്തിയെടുക്കുന്ന ആളായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഒക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു ചിത്തഭ്രമം പൂണ്ട രീതിയിൽ പെരുമാറുന്ന മാനസികാവസ്ഥയുള്ള ഒരു തലമുറ നമ്മൾക്കിടയിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് മകനാകാം, അതൊരു പക്ഷെ ബന്ധുവാകാം, ഉറ്റവരാവാം, ഉടയവരാവാം. ഏത് നിമിഷവും അവരിലെ സ്വത്വം പുറത്തേക്ക് വരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അവൻ ആടി വരണമെന്നൊന്നുമില്ല. അവൻ ആൾക്കൂട്ടങ്ങളെ ഫേസ് ചെയ്യും, അവൻ ദേവാലയങ്ങളിൽ പോകും, ചർച്ചുകളിൽ പോകും,
പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം അവൻ ഇത്തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയും. അത് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ചില സാമ്പത്തികപരമായ രീതിയിൽ ചില സംവിധാനങ്ങൾ കുറഞ്ഞു പോകുമ്പോഴോ പ്രണയ നൈരാശ്യങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ചില രീതികൾക്കൊക്കെ ചിലരാണ് മുടക്കം വരുത്തിയത്. ഉമ്മയാണ്, ഉപ്പയാണ്, ബന്ധുക്കളാണ്, നീ കാരണങ്ങളാണ്, നിങ്ങൾ കാരണമാണ്, നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോൾ ആ ചിന്തയെ ശരി എന്ന് പറഞ്ഞ് ആ റൈറ്റ്, ആ ശരിയുടെ പക്ഷത്ത് ആ വ്യക്തി നിൽക്കുന്നിടത്താണ് ചില ഭീകരമായ ഇത്തരത്തിലുള്ള ചില ട്രാജഡികളൊക്കെ നമ്മൾക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? ഇതെല്ലാം നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾക്ക് ഈ മഹാപ്രപഞ്ചത്തിൽ 198 രാജ്യമുണ്ട് പ്രപഞ്ചത്തിൽ. ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും റഷ്യ വരെ കിടക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് നിർത്താൻ പറ്റുമോ? പറ്റില്ല. നമ്മളായിരിക്കുന്ന ഒരു വ്യവസ്ഥ, ആവാസ വ്യവസ്ഥിതി എവിടെയാണ്? നമ്മളെ ഒരു മേഖല ഏതാ? ആ മേഖല സ്കൂളാവട്ടെ, ആ മേഖല വീടാവട്ടെ, ആ മേഖല ഒരു ഗ്രാമമാകട്ടെ, ഒരു ദേശമാകട്ടെ, ആ ദേശത്തിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് കൂടെ തന്നെ നമ്മുടെ വീട്ടിലെ മക്കളുടെ, ഭർത്താവിൻ്റെ, സ്വന്തത്തിൻ്റെ, ഉറ്റവരുടെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താ? അവരതിലേക്ക് വരുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും? അതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? ഒരു വീട്ടിനകത്ത് നമുക്കൊരു മകളും ഉണ്ടെങ്കിൽ അവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ റിലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങളുടെ മക്കളൊക്കെ ഞാൻ കണ്ടു, ആ സ്കൂളിൻ്റെ മുകളിൽ അവർ അധ്യാപകരൊക്കെ വൃത്തിയായിട്ട് അവർക്ക് കോഫിയും സ്നാക്സൊക്കെ കൊടുത്ത് അവരെ ഒരുക്കി അവരെ കഥയൊക്കെ പറഞ്ഞിരുത്തുന്നുണ്ട് അവിടെ. എനിക്ക് നല്ലൊരു അഭിമാനം തോന്നുന്നു ആ സ്കൂളിനെ കുറിച്ച്. എത്ര മനോഹരമായ കുഞ്ഞുങ്ങളൊക്കെ അവരവിടെ ക്ലിയർ ചെയ്ത് അവർക്ക് വേണ്ടിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ ഞാനിങ്ങനെ അത് ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെന്നത്. അപ്പോൾ നമ്മളെല്ലാം ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണേ? ഈ നിഷ്കളങ്കരെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണത്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം ബ്രേക്കായി പോകും. അത് വലിയ സങ്കടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എവിടെയാണോ ആയിരിക്കുന്ന മേഖലകളിൽ നമ്മൾക്കൊക്കെ പ്രവൃത്തി എടുക്കാൻ സാധിക്കട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞ മക്കളുണ്ട് അവിടെ, നിങ്ങളുടെ കുട്ടികൾ മിടുക്കരാണ്, അവരെ കൊണ്ട് ചില മക്കളെയൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്, അവരെ കൊണ്ട് നിങ്ങൾ ചില സംഭവമൊക്കെ ചെയ്യിപ്പിക്കണം. കുട്ടികൾ പറയണം, ഞാൻ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ 4 മൈലിലെ ഞാൻ 10th പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ 7th പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് ഒരു നല്ല വീഡിയോ ഒക്കെ ചെയ്യണം. ആ വീഡിയോ ചെയ്യുമ്പോൾ ആ കാണുന്ന ആളുകൾക്ക് ഒരു സ്വീകാര്യത ഉണ്ടോ? നോക്കാം, ആ കുട്ടി എത്ര മനോഹരമായിട്ടാണ് ഈ കാലത്തെക്കുറിച്ച് സംസാരിക്കണേ. അപ്പോൾ എനിക്കൊന്ന് ചിന്തിക്കണം. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, നിങ്ങളെല്ലാം ഒന്ന് ഉണരണം. ആ കുട്ടി പറയുകയാണ്, നിങ്ങളെല്ലാം ഒന്ന് ആക്റ്റീവ് ആകണം, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ അയൽപക്കത്തുള്ളവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് അവന് ചെറിയൊരു പേനയും പേപ്പറും എടുത്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് മകനും മകൾക്കും കൊടുത്തിട്ട് ഒരു പൂവൊക്കെ കൈ പിടിച്ചിട്ട് കുഞ്ഞി പൂവും പിടിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പേരൊന്നും പറഞ്ഞു. അവൻ പറയുകയാണ്, ഞാൻ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ 6th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എൻ്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു വീഡിയോ ചെയ്ത് നാളെ സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ ആയിരിക്കും ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകളെ ഹൃദയത്തിനെ ഒന്ന് ഉണർത്തുക. ഞങ്ങളൊരു ക്ലാസ് എടുത്ത് പോയി, അവിടെ അൻഷിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു കത്ത് അയച്ചു. എന്താ പറയുക, ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ആ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഇന്നതാണ്, ഹാൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, ഹാൻസ് ഉപയോഗിച്ചാൽ ഇങ്ങനെയാണെന്ന്. അപ്പം പറഞ്ഞു പോയി. പിറ്റേ ദിവസം എന്നെയും മകേഷുണ്ട് ഇവിടെ, മകേഷിനെ സ്കൂളിലേക്ക് വിളിച്ചെന്തിനാണെന്നറിയാം? ടീച്ചർ പറയുന്നത്, നിങ്ങൾ സ്കൂളിലേക്കൊന്ന് വരണം, കാരണം ഇവിടെ ഒരു മനുഷ്യൻ ഒരു കത്തുമായിട്ട് വന്നിട്ട് മനുഷ്യൻ കരയാണ്, നിങ്ങളെയും കാണണം, ആ കത്ത് എഴുതിയ കുട്ടിയെയും കാണണം സാർ, അത് ഞാൻ നേരിട്ട് പറയാം, സാറ് വരണം എന്ന് പറഞ്ഞു. ഞാനും മകേഷും അവിടെ പോയി. കൂട്ടത്തിൽ ആരുടെ ഷൗക്കത്തും ഉണ്ടായിരുന്നു. അവിടെ നിലമ്പൂരാണ് സംഭവം, മാനവിധൻ സ്കൂളാണ് വേദി, ഒരു 200 കുട്ടികളിരിക്കുന്നൊരു വേദിയാണ്. അവിടെ ചെന്നപ്പോൾ ആണ് മനസ്സിലായി. ഞങ്ങളെ ക്ലാസ് കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അൻഷിത എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു കത്തെഴുതി. ആ കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത സി, മാനവിധൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ 10 C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട് വടപുറത്താണ്. എൻ്റെ ഉപ്പ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പോൾ സമയം രാത്രി 12:15. എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ സ്കൂളിൽ നിന്ന് ഫിലിപ്പ് സാറും മകേഷ് സാറും വന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളുടെ കടയ്ക്കകത്ത് വിൽക്കുന്നത് മുഴുവനും ക്യാൻസർ പൊതികളാണെന്ന് മനസ്സിലായി. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് പാവമാണ്, അവൻ പലപ്പോഴും നിങ്ങളുടെ കടയിൽ നിന്നാണ് ഈ ക്യാൻസർ പൊതി വാങ്ങി ഉപയോഗിക്കുന്നത്. എൻ്റെ കത്ത് വായിച്ചു തരുമ്പോൾ നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. എന്നിട്ട് വീണ്ടും കത്ത് നിർത്തിയില്ല, ആ അടി 2 വരി കൂടെ ഉണ്ട്. ആ അടി 2 വരി ആ കുഞ്ഞ് എഴുതിയിരിക്കുന്നത്, പ്രിയപ്പെട്ടേക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഇത് അവൾ എഴുതി അവസാനിപ്പിച്ചു. രാവിലെ സ്കൂളിൽ പോണ വഴിക്ക് കത്ത് മടക്കി കടക്കാരന് കൊടുത്തു. എന്താന്ന് ചോദിച്ചു, വായിച്ചു നോക്കാൻ പറഞ്ഞ് സ്കൂളിലേക്ക് പോയി. വൈകുന്നേരം വരുമ്പോൾ കട അടഞ്ഞു കിടക്കാണ് ഇങ്ങനെ. പിറ്റേ ദിവസം വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു, നല്ല കാര്യമല്ലേ മോൾ ചെയ്തെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നു, വീണ്ടും കട അടഞ്ഞു കിടക്കണു.
ടീച്ചറോട് പറഞ്ഞു. ടീച്ചറും പറഞ്ഞു നല്ല കാര്യമല്ലേ മോള് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടിനും ഈ മനുഷ്യൻ വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ ഈ കത്തുമായിട്ട് ഈ മനുഷ്യൻ ടീച്ചർ എടുത്തെത്തിയിട്ട് പറഞ്ഞു ആ കുട്ടിയെ എനിക്ക് കാണണം, എനിക്ക് ആ മോളെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഞങ്ങളെയും വിളിച്ചു. ഞാനും ഉണ്ട്, മഹേഷും ഉണ്ട്, ഈ പറയുന്ന കുട്ടിയും ഇദ്ദേഹം ഉണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ പറയുക വേദിയിൽ, സാറേ 18 വർഷം ഞാൻ റിയാദിൽ ജോലി ചെയ്താണ്, എനിക്കൊരു 10-12 കടമുറി ഉണ്ട് സാറേ, ഒരു പലചരക്കടയുണ്ട്, ആ പലചരക്കടയിൽ ഈ സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ ഹിന്ദിക്കാരാണ് സാറേ, ഹിന്ദിക്കാർ പലചരക്കച്ചവടം ഈ പലവ്യഞ്ജനങ്ങൾ വാങ്ങൂല. അങ്ങനെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവച്ചപ്പോൾ വല്ല കുട്ടികളും വാങ്ങിയിട്ടുണ്ടാവും സാറേ, അല്ല കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടില്ല സാർ. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസിനെ പിടിച്ചിട്ടുണ്ട് സാർ. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിറ്റതിന്, ആൻസ് വിറ്റതിന് 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നോക്ക്, അൻഷിത എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വടവരത്തൊരു ഓട്ടോറിക്ഷക്കാരന്റെ മകള് രാത്രി ഉറങ്ങാതെ അവളെ അരോചനപ്പെടുത്തി ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി, പ്രിയപ്പെട്ട ഇക്ക, നോക്ക്, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുവന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവർ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ആ വരിയാണ് അദ്ദേഹത്തിനെ അല്ലേ നോവിച്ചത്. ആ വരിയ മനുഷ്യൻ നോവിച്ചത്. ആ മനുഷ്യൻ പറയാം 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട്, എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നെ ഈ മകള് മാറ്റി അല്ലേ. അങ്ങനെ എത്രയോ അനിശ്ചിതമാർക്ക് ജന്മം കൊടുത്ത ഉമ്മമാരി വേദിയിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളുടെ ചില നന്മകൾ സമൂഹ പ്രതിബദ്ധത മക്കളെ ഉണർത്താൻ പറ്റുക. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നമ്മുടെ മക്കൾക്ക് ഇനി ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇനി മക്കൾക്ക് ഇന്റർവ്യൂവിന് പോകും. ഇന്റർവ്യൂവിന് ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? PCC സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമ്പർ 1 ആയിട്ടുണ്ട് ഒന്നുണ്ട്, HPLC ടെസ്റ്റ് ആണ്. എന്താണ് HPLC ടെസ്റ്റ്? വാട്ട് ഇസ് മീനിങ് ഓഫ് HPLC ടെസ്റ്റ്? ഏകദേശം മുടി, നഖം അല്ലേ, ഇതെല്ലാം പരിശോധിച്ച് റിസൾട്ട് കിട്ടുന്ന ഒരു തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, ഈവൻ നിക്കോട്ടിൻ പോലും ശരീരത്തില്ല എന്ന് 6 മാസം വരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഔദ്യോഗികമായ ലാബ് ടെസ്റ്റുകൾ നിലവിൽ വരാൻ പോകുന്നു. അത് ഫസ്റ്റായിട്ട് റിലയൻസ് കൊണ്ടുവരാൻ പോകുന്നു. അത് സൗദി പോലുള്ള രാജ്യങ്ങൾ അത് നടപ്പിലാക്കുന്നു. തിരുവനന്തപുരത്തുള്ള വലിയ വലിയ പള്ളികൾ, ഭീമാപ്പള്ളി പോലുള്ള പള്ളികളിൽ അവർ ചർച്ച നടത്തുന്നു. അവരുടെ മഹലിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷൻ ഈ പറയുന്ന HPL ടെസ്റ്റ് പാസ്സായിരിക്കണം. 10,000 റുപ്പീസാണ് ടെസ്റ്റിൻ്റെ വാല്യൂ. അത് പല ആമസോൺ, ഫ്ലിപ്കാർട്ട് കമ്പനികളെല്ലാം ഈ ടെസ്റ്റിന് നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ നിയമത്തിലേക്കൊക്കെ കാര്യം വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും നിങ്ങൾ ഈ സ്കൂളിൻ്റെ പേര്, എവിടെയാണ് ഒരു മകൾ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരിനെ കൂടെ ഉയർത്തേണ്ട ചില ധാർമ്മിക മൂല്യബോധം നമ്മളിലുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ മകൾ എവിടെയാണോ പഠിക്കുന്നത്, ഏത് അവസ്ഥയിലാണോ കുഞ്ഞ് ജീവിക്കുന്നത്, ആ അവസ്ഥ എപ്പോഴും സമ്പുഷ്ടമാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞാനും കൂടെ കയറി വന്നപ്പോൾ ഈ സ്കൂളിനകത്തേക്ക് എവിടെ പോയാലും നമ്മൾ ചില സ്കൂളിലേക്ക് കയറി വരുമ്പോൾ, ഞാൻ ഈ സ്കൂളിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഒന്നും അല്ല, എന്നാലും പറയുകയാണ്, ഈ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ കയറി വരുന്നതോടുകൂടി ആ സ്കൂളിനെയൊക്കെ, ഞാൻ പല സ്ഥലത്തും ഫാക്കൽറ്റിയാണ്, പോകുമ്പോൾ ഞാൻ സ്കൂളിലൊക്കെ വിലയിരുത്തും. അവിടുത്തെ കെട്ട്, മട്ട്, രൂപം, ഭാവം, ശബ്ദം, വെളിച്ചം, റിസപ്ഷൻ, അവിടുത്തെ ഓരോ ഈവൻറ്റുകളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന പ്രയോറിറ്റികളാണ്. അത് നിങ്ങൾക്ക് മക്കൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് തീർച്ചയായിട്ടും. അപ്പം ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഒരുക്കേണ്ട കാര്യങ്ങളുണ്ട്. മക്കളെ എങ്ങനെ ഒരുക്കണം? നമ്മളെ മക്കളെയും ഇത്തരത്തിൽ സദുദ്ദേശപരമായ ചില ചിന്തകളിലേക്ക് മക്കളെ കൊണ്ടുവരണം. കാരണം ഈ ലോകം ഒരു കെട്ടകാലമാണെന്ന് പറയപ്പെടുന്നത്, ഞാൻ പറയപ്പെടുന്നില്ല, എല്ലാം നല്ല കാലമാണ്. പക്ഷേ ചില ചിന്തകൾ മാറിപ്പോയതുകൊണ്ടുള്ള കെട്ടകാലമെന്ന് വിശേഷിക്കപ്പെടുന്ന കാലം മാത്രമാണ്. ഒരു സമയവും അസമയമില്ല, എല്ലാ സമയവും നല്ല സമയമാണ്. ദേ നമ്മൾ ടീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും ഫിലിപ്പ് അമ്പാടിൻ്റെ സ്നേഹം. വീണ്ടും മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് കറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞു നിർത്തിയതിൻ്റെ അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറയുകയാണ്. ആൽഫ ജനറേഷൻ്റെ ഇടയിൽ വീണ്ടും ഒരു ജനറേഷൻ ശാസ്ത്രലോകം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2025 ശേഷം ജനിച്ച കുളന്തകൾ, അവരുടെ പേര് ആണ് ബീറ്റ ജനറേഷൻസ്. പ്രത്യേകത അറിയാമല്ലോ എന്താ പ്രത്യേകത എന്ന്? അത് ഓൾസോസ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ കാർട്ടൂണിസ്റ്റിൻ്റെ ചിത്രം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അച്ഛനെ കാണിക്കാൻ കൊണ്ടുവരിക. അപ്പോൾ കുഞ്ഞിൻ്റെ 2 കൈയിലും ഫോണും അടിച്ച് മാറ്റിയിട്ടാണ് കുഞ്ഞ് വരുന്നത്. അപ്പോൾ അതായത് തികച്ചും സൈബർ റിലേറ്റഡുമായിട്ടുള്ള ഒരു തലമുറ ഇവിടെ പിറവിയെടുത്തിട്ടുണ്ട് ബീറ്റ ജനറേഷൻസ്. അവരെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മുടെ പക്ഷത്തുനിന്ന് കാണരുത്. എല്ലാം നന്നാവട്ടെ, എല്ലാം ശരിയാവട്ടെ. വീണ്ടും ഒരു അവസരത്തിൽ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ വന്നിട്ട് കുറച്ചും കൂടി വിശാലമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ വേദി വഴിമാറുകയാണ്. കണ്ടവരെ കേട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും ഫിലിപ്പ് അമ്പാടിൻ്റെ നന്ദി, സ്നേഹം. ഫിലിപ്പ് അമ്പാടിൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് കാണുക. ഈ മാസത്തെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 4,99,000 രൂപയാണ് എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഏതൊരു പോസ്റ്റ് ഇട്ടാലും 3 മില്യൺ ആളുകൾ കാണുന്നു. ഈ പൈസ മുഴുവനും പോകുന്നത്
തിരിച്ചറിവ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഒരാളാണ് ഇരിക്കുന്നത്, മകേഷ് ചിത്രോണം ഇരിക്കുന്നത്. KSB ഉദ്യോഗസ്ഥനാണ്, ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡറാണ്. 3050 വേദികൾ എൻ്റെ കൂടെ പങ്കിട്ട ആളാണ് ഇരിക്കുന്നത്. ലഹരിക്കെതിരെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തൊക്കെ ക്ലാസ് എടുക്കുന്ന വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു രൂപ പോലും ഞങ്ങൾക്കുള്ള പൈസയല്ല. ഞങ്ങളെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. നാളെ 80,000 രൂപ ഒരു ലാപ്ടോപ്പ് കൊടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. 54 ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞു. ഒരാളൊന്നും പൈസ വാങ്ങിയിട്ടില്ല, ഒരു ഫണ്ട് വാങ്ങിയിട്ടുമല്ല, ഒരു ചാരിറ്റി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പദസമ്പത്തുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനും മകേഷും കളക്ട് ചെയ്യുന്ന ഈ സതുദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിലിപ്പ് അമ്പാടിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം കാണാൻ മറക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്ന പൂവിനെ സാക്ഷിയാക്കി വാക്കുകൾ ഉപസരിക്കുന്നു. എല്ലാവർക്കും ഫിലിപ്പ് അമ്പാടിൻ്റെ നന്ദി, സ്നേഹം. താങ്ക് യു എവരിബഡി. ഓക്കെ. Modern English School.